നമസ്കാരം. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പൊളിറ്റിക്കൽ മാസ്റ്റർ ബ്രെയിനിന് തുല്യമായി ഒരു ബുദ്ധി കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. എങ്ങനെയാണ് ജനങ്ങൾ വെറുക്കുന്ന ഒരു ഭരണകൂടത്തെ, ഒരു പാർട്ടിയെ കൃത്യമായ തന്ത്രങ്ങളിലൂടെ അതെല്ലാം മറന്ന് ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്ന് പിണറായി രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ പിണറായിക്ക് അറിയില്ലായിരുന്നു ജനങ്ങൾ ഇത്രമാത്രം തന്നെയും തൻ്റെ പാർട്ടിയെയും തൻ്റെ ഭരണത്തെയും വെറുക്കുന്നെന്ന്. മൂന്നാം തുടർഭരണം എന്ന കൃത്യമായ പദ്ധതിയുടെ ഭാഗമായാണ് പിണറായി മുമ്പോട്ട് പോയത്. ചുറ്റും കൂടിയിരിക്കുന്ന വത്സല ശിഷ്യഗണം, സ്തുതിപാഠക വൃന്ദം പിണറായിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയത് പിണറായി ഇല്ലെങ്കിൽ കേരളമില്ല എന്നാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന പരാജയം CPM-ൻ്റെ കണ്ണു തുറപ്പിച്ചു. അങ്ങനെ അതിന് പരിഹാരം കണ്ടെത്താൻ അവർ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ഒരു മാസം തികയുന്നതിന് മുൻപ് കൃത്യമായി അജണ്ട സെറ്റ് ചെയ്ത് ജനഹിതത്തെ ട്വിസ്റ്റ് ചെയ്യാൻ ഒരു പരിധിവരെ പിണറായി വിജയിച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ വീഡിയോയിൽ സൂചിപ്പിച്ച ഗൃഹസന്ദർശനം അടക്കമുള്ളവ അതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. വർഗീയത എന്ന നമ്മളെല്ലാവരും ഒരുപോലെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, എതിർക്കുന്ന ഒരു വൃത്തികെട്ട രോഗത്തെ എങ്ങനെയാണ് പിണറായി ബുദ്ധിപരമായി, തന്ത്രപരമായി ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഉചിതമായിരിക്കും. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെക്കാൾ വർഗീയത കുറഞ്ഞവർ ഭൂരിപക്ഷമായ ഹിന്ദു സമുദായമാണ്. അവർ എല്ലാവരെയും സ്വീകരിക്കുന്നവരാണ്. അവർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ഇഷ്ടമാണ്. അവർക്കെല്ലാ മതത്തോടും യോജിപ്പാണ്. എന്നാൽ BJP-യുടെയും RSS-ൻ്റെയും പേര് പറഞ്ഞ് എക്കാലത്തും ഈ സമൂഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് എല്ലാവരും മാറി മാറി ശ്രമിക്കുന്നത്. ഇത് പിണറായിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് കേരളത്തിലെ ഹിന്ദു മനസ്സുകളിലേക്ക് മുസ്ലിം വിരുദ്ധ വികാരം കുത്തിവയ്പ്പിച്ച് അങ്ങനെ നേട്ടം കൊയ്യാൻ പിണറായി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ വെള്ളാപ്പള്ളി നടേശനെ ഇറക്കി പിണറായി മുസ്ലിം വിരുദ്ധ യുദ്ധം നടത്തിയത്. മലപ്പുറത്തിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ, മുസ്ലിം വിശ്വാസത്തിനെതിരെയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ആഞ്ഞടിച്ചപ്പോൾ പിണറായി മൗനം പാലിക്കുക മാത്രമല്ല, വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുകയും വെള്ളാപ്പള്ളി മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വക്താവാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഇത് മുസ്ലിം സമുദായത്തിലുണ്ടാക്കിയ അതൃപ്തി ചില്ലറയല്ല. ആ അതൃപ്തിയിലും അവർ ജാഗ്രതയോടെ പ്രതികരിച്ചു. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായത്തിൻ്റെ ഉന്നതനായ നേതാവാണ്. മറ്റൊരു സമുദായം അപമാനിക്കപ്പെട്ടാലും അത്തരത്തിൽ പ്രതികരിച്ചാൽ അത് വലിയ ദോഷത്തിന് കാരണമാകും. എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായി. അവർ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് അസ്വസ്ഥതയുണ്ടാവും. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞാൽ സ്വാഭാവികമായും അത് സമുദായ നേതാവിനെ തള്ളിപ്പറഞ്ഞു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് അവർ സംയമനം പാലിച്ച് മുമ്പോട്ട് പോകുന്നു. അതിനിടയിലാണ് കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്ര നടക്കുന്നത്. പിണറായി വിജയനെയും VD സതീശനെയും ഒരുമിച്ച് വിളിച്ചിരുത്തി. അവസരവാദിയായ പിണറായി വിജയൻ കാന്തപുരത്തെ സ്തുതിച്ചുകൊണ്ട് മതേതരത്വത്തിൻ്റെ ഉയർന്ന വക്താവ് എന്ന നിലയിൽ ഡയലോഗ് അടിക്കുന്നു. ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന VD സതീശനെ അത് കണ്ട് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. VD സതീശൻ പ്രതികരിച്ചു. പിണറായി ആഗ്രഹിച്ചത് സംഭവിച്ചു. കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടായി. VD സതീശനെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും കലാപം ആരംഭിച്ചു. VD സതീശൻ സമുദായത്തെ ചീത്ത വിളിക്കുന്നു എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ചു. ഈ വ്യാഖ്യാനമൊക്കെ രൂപപ്പെട്ടത് VD സതീശനെ തള്ളി വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് സുകുമാരൻ നായർ കൂടി രംഗത്ത് വന്നപ്പോഴാണ്. പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന സുകുമാരൻ നായർ VD സതീശനെ കടന്നാക്രമിക്കുകയും CPM-നെ പിന്തുണയ്ക്കുകയും ചെയ്തു. പിണറായി വിജയൻ എന്താണോ ആഗ്രഹിച്ചത് അത് സാധിച്ചു. വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടി അല്ല പ്രതിക്കൂട്ടിലായിരിക്കുന്നതും സങ്കടപ്പെടേണ്ടതും BJP ആണ്. കോൺഗ്രസ് പാർട്ടിക്കെതിരെയാണ് ആഞ്ഞടിക്കുന്നത് എന്ന് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പറയുമ്പോഴും ലക്ഷ്യം BJP തന്നെയാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ബലമായി മാറുന്നത് ന്യൂനപക്ഷ വോട്ടാണ്. ഹിന്ദു വോട്ട് വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്നുള്ളൂ. മുസ്ലിം വോട്ട് പൂർണ്ണമായും ഈ വിവാദത്തോടെ ഏകീകരിക്കുകയും കോൺഗ്രസിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ ഗുണകരമായ മാറ്റമുണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈ വിവാദത്തിൽപ്പെട്ടതുകൊണ്ട് പിണറായി വിചാരിച്ചത് സാധിച്ചു. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗും മുസ്ലിം സമുദായവുമായിരിക്കും ഭരിക്കുക എന്ന ഭയം ഹിന്ദു മനസ്സുകളിലേക്ക് കുത്തിവയ്ക്കുമ്പോൾ അവർ വോട്ട് ചെയ്യുന്നത് BJP-ക്കായിരിക്കില്ല, CPM-നായിരിക്കും. BJP അധികാരത്തിൽ വരില്ല എന്ന് BJP പ്രവർത്തകർക്ക് പോലും ഉറപ്പുണ്ട്. BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ
അധികാരത്തിൽ വരാൻ സാധിക്കുകയുമില്ല. എന്നാൽ ബി ജെ പിയുടെ അജണ്ട കുറഞ്ഞത് 10 സീറ്റെങ്കിലും നേടുക, 30 സീറ്റിലെങ്കിലും രണ്ടാമതെത്തുക. അങ്ങനെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടു കൂടി ആളുകൾ വോട്ട് ചെയ്യും എന്നതാണ്. അതിനുള്ള നീക്കമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ സൂചനകൾ പുറത്തു വന്നു. തൃശ്ശൂർ ലോക്സഭാ സീറ്റിലെ വിജയം മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയവും ബി ജെ പിയുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചു. 30ഓളം സീറ്റുകൾ തെരഞ്ഞെടുത്ത് കൃത്യമായി പ്രവർത്തിച്ചാൽ 10 സീറ്റ് വരെ നേടാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ബി ജെ പി വളർന്നു. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ തിരുവനന്തപുരത്തും പാലക്കാട്ടും കാസർഗോഡും മാത്രമല്ല, തൃശ്ശൂരിലും പാലായിലും കായംകുളത്തുമൊക്കെ ഞെട്ടിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലേക്ക് മാറി. ആ ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ഹിന്ദു വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത്. ആ ആത്മവിശ്വാസം കെടുത്തി ഇവിടെ ഞങ്ങൾ CPM വോട്ട് ചെയ്തില്ലെങ്കിൽ UDF നേതൃത്വത്തിൽ ലീഗ് ഭരിക്കും, അതുകൊണ്ട് CPM വരട്ടെ എന്ന തോന്നൽ ഒരു വിഭാഗം ഹിന്ദു വിശ്വാസികളിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ലക്ഷ്യം ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ശബരിമലയിലെ അയ്യപ്പനെ മോഷ്ടിച്ചതിൻ്റെ പേരിൽ വികാരം കൊണ്ടിരുന്ന മനുഷ്യർ പോലും UDF അധികാരത്തിൽ വരുന്നതിനേക്കാൾ ഭേദമാണ് പിണറായി വിജയൻ ഭരിക്കുന്നത്, ഒന്നുമല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ വികാരം തിരിച്ചറിയാമല്ലോ എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കോൺഗ്രസ് വക്താവായ രാജു പി നായർ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഇത്തരണത്തിൽ കേൾക്കേണ്ടതാണ്. ചേടാ, ഈ ഐഡിയയിൽ നിന്ന് പിണറായി വാഴ്ത്തുകൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതിനി RSS ആയോ എന്ന് ശങ്കിച്ചു നോക്കിയതാണ്. നല്ല പത്തരമാറ്റ് സഖാവിൻ്റെ പ്രൊഫൈൽ തന്നെ. സംഘി പറയോ ഇത്രയും വർഗീയത? ഇങ്ങനെ എഴുതിയിട്ട് ആശ നീഗി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നു. VD സതീശിനെതിരെ ഹൈന്ദവ ഐക്യം രൂപപ്പെടണം, കോൺഗ്രസിലെ ഈഴവർ പുനർവിചിന്തനം ചെയ്യണം, UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം തീവ്രവാദികളുടെ സർവാധിപത്യമായിരിക്കും കേരളത്തിൽ. VD സതീശിന്റെ ചിത്രം വെച്ചുകൊണ്ട് എല്ലാം തികഞ്ഞ ഒരു കമ്മിണി ആശാ നിഗിയുടെ പോസ്റ്റാണിത്. എങ്ങനെയാണ് CPIM തങ്ങളുടെ അണികളെ കൊണ്ടുപോലും വർഗീയത പറഞ്ഞ് UDF അറ്റാക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവാണിത്. ഇതിന് മറ്റൊരു ഉദാഹരണം ആരിഫ് ഹുസൈൻ തെരുവോത്തിൻ്റെ ഒരു ചെറിയ പോസ്റ്റാണ്. ആരിഫ് ഹുസൈൻ തെരുവോത്തിന് നമുക്കൊക്കെ അറിയാം, എൻ്റെ സുഹൃത്താണ്, തികഞ്ഞ യുക്തിവാദിയാണ്, പഴയ മുസ്ലിമാണ്, മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന് ആ സമുദായത്തെ തള്ളിപ്പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത വ്രതം തന്നെ ഇസ്ലാമിനെതിരെ സംസാരിക്കുക എന്നതാണ്. നിരന്തരം ഇസ്ലാമിനെതിരെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലാണ്. അത്രമാത്രം ഇസ്ലാമിനെ വെറുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക ശക്തികൾ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ആരിഫ് ഹുസൈൻ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടു: LDF ജയിക്കുകയും BJP ഉൾപ്പെടുന്ന ഒരു പ്രതിപക്ഷം ശക്തമായി നിലനിൽക്കുകയും ചെയ്താൽ കേരളം രക്ഷപ്പെടും, തൊലിയുരിയപ്പെട്ട UDF ഇനി മരിക്കും. നോക്കൂ, LDF ശക്തമായ നിലപാടെടുത്തിരുന്ന, LDF പ്രീണന രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചിരുന്ന യുക്തിവാദിയായ ആരിഫ് ഹുസൈൻ തെരുവോത്ത് വരെ പറയുന്നു LDF വീണ്ടും അധികാരത്തിൽ വരട്ടെ എന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ പിണറായിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. എങ്ങനെയാണ് എതിരാളികളെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കുന്നത് എന്ന് പിണറായിക്ക് കൃത്യമായി അറിയാം. അങ്ങനെ പിണറായി ടാർഗറ്റ് ചെയ്യുന്നത് കോൺഗ്രസിനെയല്ല. UDF അധികാരത്തിൽ വന്നാൽ ഇവിടെ ഇസ്ലാമിക ഭരണമാണ് എന്ന് പറയുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ UDF അധികാരത്തിൽ വരാൻ കാരണമാകും, അതുകൊണ്ട് UDF വോട്ട് ചെയ്യരുതേ എന്ന് BJPക്കാരെയും മൃദു ഹിന്ദുത്വവാദികളെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്. ഇതാണ് പറയുന്നത്. പിണറായിയുടെ സർജിക്കൽ സ്ട്രൈക്ക് BJPക്കെതിരെയാണ്, കോൺഗ്രസിനെതിരെയല്ല. BJP നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. വളരെ ശാസ്ത്രീയമായി അവർ വികസന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പടിപടിയായി ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൃശ്ശൂർ പിടിച്ച്, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച്, ഇനി കുറച്ച് നിയമസഭാ സീറ്റുകൾ പിടിച്ച് 2031 നിയമസഭയിലെ നിർണായക ശക്തിയാവാനുള്ള നീക്കത്തിലായിരുന്നു BJP. ആ നീക്കത്തിൻ്റെ കടയ്ക്കലാണ് പിണറായി കത്തിവെച്ചിരിക്കുന്നത്. കാരണം പിണറായിക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ഒരു വിഷയമേ അല്ല, തോൽവി സർവ്വസാധാരണമാണ്. എന്നാൽ അതിദയനീയമായി തോറ്റാൽ, BJP കുറച്ച് സീറ്റ് പിടിച്ചാൽ ജനങ്ങളുടെ വിശ്വാസം CPM നഷ്ടപ്പെടും. CPMകാർ കൂട്ടത്തോടെ BJPയിലേക്ക് പോകും. അങ്ങനെ സംഭവിച്ചാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായിരിക്കും CPM അവസ്ഥ. ആ അവസ്ഥയ്ക്ക് തടയിടാൻ ഇത് മാത്രമാണ് വഴി. ആ വഴി അവർ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ കെണിയിൽ BJP പ്രവർത്തകർ, BJP അനുഭാവികൾ വീണുപോയി. അവർ ഒരു പരിധിവരെ പിണറായിയുടെ മൂന്നാം ഭരണത്തിൻ്റെ വക്താക്കളാവുമ്പോൾ യഥാർത്ഥത്തിൽ തിരിച്ചടി കിട്ടുന്നത് കോൺഗ്രസിനല്ല, BJPക്കാണ്.